എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ മാതാപിതാക്കൾക്ക് സഹായകരമായിട്ടുള്ളൊരു വീഡിയോ ആണ്. കാരണം നമുക്കറിയാലോ, ഇപ്പോൾ കൊറോണ ആയത് കാരണം നമുക്ക് കുട്ടികളെയൊക്കെ സ്കൂളിൽ വിടാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. ചെറിയ കുട്ടികളെ സംബന്ധിച്ച് ഇതുവരെ സ്കൂളിൽ പോകാൻ അവസരം കിട്ടിയിട്ടില്ലാത്ത 3 വയസ്സ് 4 വയസ്സൊക്കെയുള്ള കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് അവരെ അക്ഷരം എഴുതിപ്പിക്കുക എന്ന് പറയുന്നത് ശരിക്കും മാതാപിതാക്കൾക്കൊരു വെല്ലുവിളിയാണ്. എത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. ഇനി ട്യൂഷനൊക്കെ വിടാമെന്ന് വിചാരിച്ചാലും നമുക്കറിയാം, വിശ്വസിച്ച് നമുക്കിപ്പോൾ കൊറോണ ആയതുകൊണ്ട് തൊട്ടടുത്ത വീട്ടിൽ പോലും വിടാൻ പറ്റത്തില്ലാത്തൊരു സാഹചര്യമാണ്. അപ്പം നമുക്ക് മാതാപിതാക്കൾക്ക് തന്നെ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനായിട്ട് പറ്റും. മലയാള അക്ഷരങ്ങൾ കുഞ്ഞുങ്ങളെ എങ്ങനെ പഠിപ്പിച്ച് കൊടുക്കാം, അതിന് എന്നെ സഹായിച്ചിട്ടുള്ള ചില ടിപ്പുകളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാനായിട്ട് പോകുന്നത്. ഇപ്പം കൊച്ചു കുട്ടികളെ സംബന്ധിച്ച് ഒരു പക്ഷേ അതുങ്ങൾക്ക് പെൻസിലോ ഒന്നും പിടിക്കാനൊന്നും അറിയത്തില്ലായിരിക്കും. അതുകൊണ്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് ഒരു ബുക്കും പെൻസിലുമായിട്ട് കുഞ്ഞുങ്ങൾക്ക് വെറുതെ വരച്ച് കളിക്കാനായിട്ട് കൊടുത്തേക്കുക. കുറേ പേജുകളത് ഇങ്ങനെ വരച്ചോ പടം വരച്ചോ വട്ടം വരച്ചോ കുത്തി വരച്ചൊക്കെ കളഞ്ഞോട്ടെ. നമുക്ക് പക്ഷെ അപ്പോഴത്തേക്കും കുട്ടികൾ പെൻസിൽ പിടിക്കേണ്ട ആ ഒരു രീതിയിൽ വിരലുകൊണ്ട് പെൻസിൽ പിടിക്കാനായിട്ട് പഠിക്കും. നമുക്ക് സഹായിച്ചു കൊടുക്കുകയും ചെയ്യാം, ഇങ്ങനെയാണ് പിടിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് കുഞ്ഞുങ്ങൾക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്യാം. അതിനുശേഷം നമുക്ക് കുട്ടികൾ പെൻസിൽ പിടിക്കാൻ പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ വട്ടം വരയ്ക്കാനായിട്ടോ ഇങ്ങനെ ഒരേ റൂട്ടിലോട്ട് ഇങ്ങനെ വട്ടം വരയ്ക്കാനായിട്ടോ ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. ഇങ്ങനത്തെ വരയിടാനും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് പറ്റും. ഇനി അത് കഴിഞ്ഞിട്ട് അതൊക്കെ കുഞ്ഞുങ്ങൾ നന്നായിട്ട് പെൻസിലൊക്കെ പിടിക്കാനായിട്ട് പഠിച്ച് ഇത്തരത്തിൽ വട്ടമൊക്കെ വരയ്ക്കാനായിട്ട് ഒരേ റൂട്ടിൽ അതുങ്ങൾക്ക് കൈയൊക്കെ വഴങ്ങുന്നുണ്ടെങ്കിൽ അതിന് ശേഷം നമുക്ക് മലയാള അക്ഷരത്തിലേക്ക് കിടക്കാം. നമ്മൾ ഒട്ടും ധൃതി പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുഞ്ഞുങ്ങൾ നന്നായിട്ട് ഓരോ കാര്യങ്ങളും എത്തിയെന്ന് നമുക്ക് മനസ്സിലായതിന് ശേഷം മാത്രം അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ കടന്നാൽ മതി. ഇനി മലയാള അക്ഷരങ്ങൾ പഠിക്കാനായിട്ട് ശരിക്കും പറഞ്ഞാൽ ഈ പോലുള്ള ഒരു അക്ഷരം എഴുതണമെങ്കിൽ ഇച്ചിരി ഇച്ചിരി വലിയൊരു അക്ഷരമാണ് ഈ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ അത് പഠിക്കാനായിട്ട് എളുപ്പത്തിൽ എങ്ങനെ സഹായിക്കാം, അനേകം മാതാപിതാക്കൾക്ക് അറിയാവുന്ന കാര്യം തന്നെയായിരിക്കും. എന്നെ സഹായിച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമുക്ക് കൊച്ചുങ്ങളെ പഠിപ്പിക്കാൻ പറ്റുന്ന ചില അക്ഷരങ്ങൾ, ആയൊക്കെ എഴുതാൻ പഠിക്കുന്നതിന് മുമ്പേ തന്നെ ബേസിക്കായിട്ടുള്ള ചില അക്ഷരങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അത് പഠിച്ചു കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ആയൊക്കെ എഴുതുന്നത് എളുപ്പമായിരിക്കും. അപ്പോൾ അത് ഏതൊക്കെ അക്ഷരങ്ങളാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് കൊച്ചുങ്ങൾക്ക് റാ പഠിപ്പിച്ചു കൊടുക്കാം. ആ റാ നന്നായിട്ട് കുഞ്ഞുങ്ങൾ എഴുതാൻ പഠിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലായി കഴിയുമ്പോൾ നമുക്ക് അടുത്തത് പഠിപ്പിക്കാൻ പറ്റുന്ന അക്ഷരം ര. അതിനുശേഷം ത. അത് കഴിഞ്ഞിട്ട് ദ. ന. പ. വ. ഇപ്പോൾ ഇത്രയും അക്ഷരങ്ങൾ കൊച്ചുങ്ങൾ നന്നായിട്ട് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ആയിലേക്ക് കിടക്കാനായിട്ട് പറ്റും. നമ്മൾ നന്നായിട്ട് ക്ഷമ കാണിക്കണം. കുറേ നാളുകൾ എടുത്തേക്കാം കുഞ്ഞുങ്ങൾ ചിലപ്പോൾ ഇത്രയും അക്ഷരങ്ങൾ പഠിച്ച് രണ്ടാമത്തെ അക്ഷരം പഠിക്കുമ്പോൾ ആദ്യത്തെ അക്ഷരം ചിലപ്പോൾ മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ കണക്കിലെടുത്ത് ക്ഷമയോടെ പഠിപ്പിച്ചു കൊടുക്കണം. ഇനി നമുക്ക് മലയാളത്തിലെ ആദ്യത്തെ അക്ഷരമായ ആയിലേക്ക് കിടക്കാം. എഴുതാനായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു മാർഗം, ആദ്യം നമ്മൾ ഇപ്പോൾ കുട്ടികൾ പഠിച്ചു വച്ചിരിക്കുന്ന ആ ദാ ഉണ്ടല്ലോ, ദ. ഇനി ആ ദായിൽ നിന്ന് റ, കണ്ടോ, ഇവിടെ നിന്നിങ്ങനെ റാ പോലെ. അതിനുശേഷം അവരെ കൂടെ തന്നെ പോയിട്ട് രായാക്കണം. അപ്പോഴാണ് ആ 3 അക്ഷരങ്ങൾ ചേരുമ്പോഴാണ് ശരിക്കും ആകുന്നത്. അപ്പം എഴുതാൻ പഠിപ്പിക്കുന്നതിന് മുമ്പേ തന്നെ ഈ അടിസ്ഥാന അക്ഷരങ്ങൾ പഠിപ്പിക്കുന്നതിൻ്റെ പ്രാധാന്യം മനസ്സിലായി കാണുമല്ലോ. ഇനി എഴുതുന്നത് അതും ഇങ്ങനെ തന്നെ ദാ എഴുതിയിട്ട് ഇവിടുന്ന് അടുത്ത അക്ഷരം കുഞ്ഞുങ്ങൾ പഠിച്ച റാ. അതിന് ശേഷം ഏതായിരുന്നു ത.
ഈ എഴുതുന്നതും ഇതുപോലെ തന്നെ ഈ ഞാ പഠിച്ച് നന്നായിട്ട് അറിയാമെങ്കിൽ ഈ എഴുതാനായിട്ട് കുറച്ച് എളുപ്പമായിരിക്കും. ഈയുടെ ഈ ആദ്യത്തെ ഈ ഭാഗം ഞാ പോലെയാണല്ലോ. ഇനി അതുപോലെ തന്നെ നമ്മളെ സഹായിക്കുന്ന ഈ ഓ ഒക്കെ എഴുതാനാണെങ്കിലും ദാ പഠിച്ച് വെക്കുവാണെങ്കിൽ ഓ എഴുതാനായിട്ട് എളുപ്പമായിരിക്കും. ഇനി എ എഴുതാൻ പാ പഠിക്കുന്നതാണ് എ എഴുതാനായിട്ട് സഹായിക്കുന്നത്. എ ആണെങ്കിൽ പാ എഴുതിയിട്ട് എ പോലെ തന്നെ വന്നിട്ട് ഇവിടെ ദാ പോലെ അകത്തോട്ട് കയറി വെളിയിലോട്ട് ഇറങ്ങാൻ പറയണം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനായിട്ട് എന്നെ സഹായിച്ച ചില കാര്യങ്ങൾ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടാറ്റ ബൈ.